നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സുചിത്രേ, മോളെന്തൊന്നും പറയാത്തെ? അമ്മ, ഞാൻ അവൾക്കൊന്നും പറയാനില്ല. അച്ഛൻ പറയുന്ന വാക്കാണ് അമ്മയ്ക്ക് അവസാന വാക്കെങ്കില് ഞാൻ പറയുന്ന വാക്കാണ് സുചിത്രയ്ക്ക് അവസാന വാക്ക്. കുഞ്ഞു കുഞ്ഞു വഴക്കുകളും പൊട്ടിത്തെറികളും ഒക്കെ കൂടുതൽ അടുപ്പിക്കത്തേ ഉള്ളൂ. ബന്ധങ്ങളുടെ മാറ്റു കൂട്ടുന്നതും അതൊക്കെയാ. പക്ഷേ അത് ഒരു വീട്ടിൽ രണ്ടടുപ്പ് പുകഞ്ഞ അത് ആ കുടുംബത്തിന്റെ തകർച്ചയുടെ തുടക്കമാ മോനെ. മാധവേട്ട, ഞാൻ പ്രകാശിനോട് ഒന്ന് സംസാരിക്കട്ടെ. ഞാൻ കാല് പിടിച്ചു പറഞ്ഞ അവൻ കേൾക്കും. ഞാൻ നൊന്തു പ്രസവിച്ചതല്ലേ അവനെ. വേണ്ട, അവൻ അവന്റെ മനസ്സിൽ നമ്മളെ കാണാത്ത വിധം മതില് കെട്ടി പൊക്കിയത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ആയിരിക്കില്ല. ഇവിടെ രണ്ടടുപ്പിൽ തീ പുകയുന്നത് ചിലരുടെ ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ആ, അതിനെ അങ്ങനെ കണ്ടാ മതി. എല്ലാം മാറുന്നേ. കണ്ണകന്നാലേ മനസ്സകലും മോളെ. സാധാരണ ഭാര്യമാരാ ഭർത്താവിന് തലേണ മന്ത്രം ഓതിക്കൊടുത്ത് കുടുംബം തകർക്കുന്നത്. ഇവിടെ സ്വന്തം വയറ്റിൽ പിറന്ന പ്രകാശം നിന്നെ തള്ളി പറഞ്ഞാലും അവന്റെ ഭാര്യ സുചിത്രയുണ്ടല്ലോ, അവളത് ചെയ്യില്ല. അവളെ നിന്റെ വയറ്റിൽ പിറക്കാതെ പോയ മോള. അത്ര നല്ല മനസ്സാ കുഞ്ഞിന്. എല്ലാം ശരിയാകും അല്ലേ? എല്ലാം ശരിയാകും. അയ്യോ, അയ്യോ, ഈ കുഴമ്പിട്ട വേദന പെട്ടെന്ന് മാറും. സുമലതേ, എടി ഹാരിതേ, അയ്യോ എന്തൊരു വേദന. അയ്യേ, നാശം പിടിക്കാനൊന്നുമില്ല ഇവിടെ. നോക്കി തടവ്. ഈശ്വരാ, എന്റെ കാലിന് എന്തൊരു വേദനയാ. അയ്യോ അയ്യോ, ഈ കുഴമ്പിട്ടിരുന്നെങ്കിൽ വേദനയ്ക്കൊരാശ്വാസമാവായിരുന്നു. എന്തു വിഷമാണെങ്കിലും എടുത്തു പുരട്ടി തൊലക്കടി. അയ്യോ, അയ്യോ, അമ്മേ, അമ്മേ. ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്താൻ നോക്കുമ്പോ ഇവള് കളി തുടങ്ങി. വിദ്യയെടുത്ത് എന്തെങ്ങനെ കണ്ട് ആസ്വദിക്കുന്ന. എനിക്കിത് കണ്ടിട്ട് അവന്റെ മുടി പെരുകുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? ആ, പലപ്പോഴും നമ്മൾ വീഴുമ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്തവരാ നമ്മുടെ സഹായത്തിനെത്തുക. കാലിടറുമ്പോഴെങ്കിലും കണ്ണു തുറന്നാ മതിയായിരുന്നു. കാലുളുക്കി പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു ഫിലോസഫി. വായി നോക്കിയിരിക്കണേ.
വരട്ടു വെച്ചേ. വേദനിപ്പിക്കാതെ തടവടി. പോവാ. ഓ അയ്യോ. ഓ. ഓ. അയ്യോ. ദാ, ഈ ലൈറ്റർ കയ്യിലെടുത്ത് വെച്ചിട്ട് വേണം ഗ്യാസ് ഓൺ ആക്കാൻ. അല്ലാതെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് ലൈറ്റർ ഇങ്ങനെ അന്വേഷിച്ച് നടന്നാല് ഗ്യാസ് പോവും. ഒരു ദിവസം കൂടുതൽ കിട്ടി അത്രയും നന്നാവില്ലേ? ഗ്യാസിന് ഇപ്പൊ തീ പിടിച്ച വിലയാ. ദിവസവും കൂടി വരില്ലേ? ആ, അതുപോലെ തന്നെ ചോറ് പുറത്തെ അടുപ്പിൽ വെച്ചാ മതി, വിറകില്. മുറ്റത്ത് ചുള്ളിക്കമ്പിലും മരക്കഷ്ണത്തിലും വെച്ചാലേ വിറക് വാങ്ങിക്കുന്നതും ലാഭിക്കാം. അടുക്കളയൊക്കെ ഒരുക്കി കഴിഞ്ഞോ? ഒരച്ഛനെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓർമ്മ വേണം. ഈ അപമാനവും വേദനയൊക്കെ അച്ഛന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, മക്കൾക്ക് ഒന്നും ഇല്ലേ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. അച്ഛൻ എന്നെ ആക്ഷേപിച്ചപ്പോ അമ്മയുടെ നാവ് ഇറങ്ങിപ്പോയോ? ഞാനും ഒരു അച്ഛനമ്മേ എന്റെ ഭാര്യയുടെയും മകന്റെ മുന്നിൽ വെച്ച് അപമാനം ഏറ്റുവാങ്ങുമ്പോ എനിക്കും നോവും. അപ്പൊ നീ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടു എന്നർത്ഥം. എനിക്കാരെയും തോൽപ്പിക്കണ്ട. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പോവാ. ആയിക്കോ. അച്ഛനും മകന്റെ ഇടയിൽ അമ്മ എന്നുള്ളൊരു ജീവി കൂടി ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. സുചിത്രേ, മോളെന്തൊന്നും പറയാത്ത? അമ്മ, ഞാൻ അവൾക്കൊന്നും പറയാനില്ല. അച്ഛൻ പറയുന്ന വാക്കാണ് അമ്മയ്ക്ക് അവസാന വാക്കെങ്കില് ഞാൻ പറയുന്ന വാക്കാണ് സുചിത്രയ്ക്ക് അവസാന വാക്ക്. സുചിത്ര ആന്റി, ഐ, ഇങ്ങോട്ട് മാറിക്കോ കൊച്ചേ. ഇങ്ങോട്ട് ഒരു കാര്യം ചെയ്യുന്നതിനിടയിൽ കയറി വന്നോളൂ. മാറി നിൽക്കും മോളെ. ചിലരൊക്കെ തട്ടിയ സെപ്റ്റിക് ആവും. പിന്നൊരു കാര്യം, ഞാനിവിടെ വാങ്ങിച്ചു വെക്കുന്ന അരിയും പരിപ്പും പലവ്യഞ്ജനവും ഒക്കെ ആരും കൈയിട്ട് വാരരുത്. വാരിയാൽ വിവരം അറിയും. പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും വെച്ച് പൂട്ടാൻ പുതിയൊരു അലമാരി വാങ്ങണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.